Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മന്ത്ലി വീക്ക്ലി ഗിവവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. Realme 9000 രൂപ ബഡ്ജറ്റിൽ ഇറക്കിയിരിക്കുന്ന ഒരു ഫോണാണ് Realme 5i എന്ന് പറയുന്ന ഒരു മോഡൽ. അപ്പോൾ അത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. Realme 5i രണ്ട് കളർ വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഫോറസ്റ്റ് ഗ്രീൻ, അക്വ ബ്ലൂ കളർ വേരിയൻസിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അക്വ ബ്ലൂ വേർഷനാണ്. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള യെല്ലോ കളർ ബോക്സിലാണ് Realme 5i വരുന്നത്. ബോക്സിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് അവർ എഴുതിയിട്ടുണ്ട്. തീർച്ചയായും Realme നന്നായി കയറി വരുന്ന ഒരു ബ്രാൻഡാണ്. 5000 mAh massive battery, Snapdragon 665 AI processor, ultra wide quad camera, 6.5-inch mini drop display എന്നിവയാണ് പ്രധാന ഫീച്ചേഴ്സ്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 4GB RAM 64GB ഇന്റേണൽ വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്കിനി ബോക്സ് തുറന്ന് അകത്ത കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ വരും ദിവസങ്ങളിൽ Realme 5s തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നതാണ്. കാരണം ഓൾറെഡി പ്രോസസ്സറാണെങ്കിലും അതുപോലെ തന്നെ ക്യാമറ ഫീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ സെയിം തന്നെയാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു 1000 രൂപ കുറച്ചിടുന്ന ഈ ഫോണിൻ്റെ വ്യത്യാസങ്ങളും അതിൻ്റെ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. പതിവ് പോലെ തന്നെ സിം ഇജക്ടർ, ടൂൾ കിറ്റ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ, യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ബോക്സിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് മൊബൈൽ കേസ് നമുക്ക് ഈ ബോക്സിനകത്ത് ലഭിക്കുന്നില്ല. ബോക്സിൻ്റെ അകത്ത് നമുക്കൊരു ചാർജർ ബ്രേക്ക് അതുപോലെ തന്നെ ചാർജിങ് കേബിളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ സ്റ്റിക്കറും കവറൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമുക്ക് Realme 5i കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്ക് സൈഡിൽ ഗ്ലാസ് ബോഡി അല്ല, പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് ലുക്ക് ആൻഡ് ഫീൽ തന്നെയാണ് നമുക്ക് റിയർ സൈഡിൽ കിട്ടുന്നത്. ക്യാമറ പ്ലേസ്മെൻറ്റൊക്കെ നമ്മൾ പല ഫോണുകളിലും കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു ക്യാമറ പ്ലേസ്മെൻറ്റ്, അതായത് ക്വാഡ് ക്യാമറ വരുന്ന ഫോണുകളിൽ. പിന്നെ അതുപോലെ ബട്ടൺ പ്ലേസ്മെൻ്റ് ആണെങ്കിൽ എല്ലാം നമുക്ക് നല്ലൊരു ഡിസൈൻ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു യൂണിക് ഡിസൈൻ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല, കാരണം ഒരുപാട് ഫോണുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഡിസൈൻ കണ്ടിട്ടുണ്ട്. താഴെ നമുക്ക് ഇയർഫോൺ ജാക്ക്, ചാർജിങ് പോർട്ട്, സ്പീക്കർ എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്കിനി സിം ട്രേ ഒന്ന് എടുത്ത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണോ ഹൈബ്രിഡ് കാർഡ് സ്ലോട്ടാണോ റിയൽമി 5i വരുന്നത് നോക്കാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് റിയൽമി 5i വരുന്നത്. അപ്പോൾ നമുക്ക് ഒരേ സമയം 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓൾറെഡി ഇൻറ്റേർണൽ 64GB അവൈലബിൾ ആണ്. കൂടുതൽ ആവശ്യമുള്ളവർക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫോൺ ഓൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യത്തെ ഇനീഷ്യലൈസേഷൻ പ്രോസസ്സിന് നമ്മളൊരു അല്പം സമയം കൊടുക്കണം. അങ്ങനെ ഫോൺ ഓണായി വന്നിരിക്കുകയാണ്. നല്ലൊരു ഡിസൈൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നല്ലൊരു യൂസർ ഇൻ്റർഫേസ്, നല്ലൊരു റെസ്പോൺസീവായിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് നമുക്കിവിടെ റിയൽമി 5i ലഭിക്കുന്നുണ്ട്. നമുക്ക് അതിൽ തന്നെ സാർ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സാർ വാല്യൂ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹെഡ് വെയ്റ്റ് 1.180, ബോഡി വെയ്റ്റ് 0.631. നമുക്ക് ഫോണിൻ്റെ അബൌട്ട് സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. റിയൽമി 5i ColorOS വേർഷൻ 6 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 9, പ്രോസസ്സർ Snapdragon 665 AI പ്രോസസ്സറാണ് വരുന്നത്. റാം 4GB റാം. ഡിവൈസ് സ്റ്റോറേജിൽ 64GB ഇൻറ്റേർണൽ മെമ്മറിയിൽ 51.6GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ November 5 ആണ്. നമുക്കപ്പോൾ ഇനി ഫോണിൽ ആവശ്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് കിടക്കുന്നുണ്ട്. അത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ നമുക്ക് നോക്കാം. തീർച്ചയായും നമുക്ക് ആവശ്യമില്ലാത്ത പ്രീ ഇൻസ്റ്റാൾഡ് ആപ്സ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ആവശ്യമില്ലാത്ത ആപ്സുകളൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഫേസ് അൺലോക്ക് അതുപോലെ തന്നെ ഫിംഗർപ്രിൻറ്റ് സെൻസറിൻ്റെ ഒക്കെ ഒരു എഫിഷ്യൻസി ഒന്ന് ജസ്റ്റ് നോക്കാം. ഫേസ് അൺലോക്കിംഗ് വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്പീഡിൽ തന്നെ നമ്മുടെ ഫേസ് ഡാറ്റ റെക്കഗ്നൈസ് ചെയ്ത് ഫോൺ അൺലോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിംഗർപ്രിൻറ്റ് സെൻസർ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ നമ്മളിത് ആദ്യം നമുക്ക് ഫോൺ കയ്യിൽ കിട്ടിയിട്ടുള്ളൊരു റിവ്യൂ ആണ്. വരും ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ എന്തെങ്കിലും ഡ്രോബാക്സ് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഇൻബിൽട്ട് ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വീഡിയോ മോഡ്, ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്. റിയർ ക്യാമറ യൂസ് ചെയ്ത് നമുക്ക് 720p 180p 4K വീഡിയോ വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് റിയൽമി 5i നമുക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും നമുക്ക് 180p വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നൈറ്റ് സ്കേപ്പ്, പനോരമ മോഡ്, എക്സ്പേർട്ട്, ടൈം ലാബ്സ്, സ്ലോ മോഷൻ, അൾട്രാ മാക്രോ മോഡ്, അതുപോലെ തന്നെ വൈഡ് ആംഗിൾ, അൾട്രാ വൈഡ് ആംഗിൾ, HDR മോഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ക്യാമറ സെറ്റിങ്സിൽ. കൂടുതൽ ഡീറ്റെയിൽഡ് സാമ്പിൾ ഇമേജസ് ഒക്കെ വെച്ചിട്ടുള്ള ക്യാമറ റിവ്യൂ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലുക്കിൽ ഫോൺ കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ഗെയിമിംഗ്
ക്യാമറ സ്പീഡ് ടെസ്റ്റ് മറ്റ് റിവ്യൂകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിവ് അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.